ഇലക്ഷനിൽ ജയിക്കാനുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ചില ചിന്താഗതികൾ ഉണ്ടാവേണ്ട, ഏതായാലും നമ്മൾ ജയിച്ചു വരുന്ന പിന്നെ ഒതുക്കേണ്ടവനെ ഒന്ന് ഒതുക്കുക എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് മൊത്തത്തിൽ ഒതുങ്ങിപ്പോകുന്നത്. ഇപ്പോഴും ചെറുതായിട്ട് അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കണക്കിന് നന്നായി, കാരണം ഇതും കൂടെ ജയിച്ചിരുന്നെങ്കിൽ എല്ലാം വെട്ടി വെട്ടി അസംബ്ലി വരുമ്പോൾ ഒരു ഡെഡ് ബോഡി പോലും കാണാൻ പറ്റില്ലേ. ഏതായാലും തോറ്റോണ്ട് മെച്ചം, കാര്യങ്ങൾ അത്ര പന്തിയല്ല, സ്വർണവും സ്വപ്നയും ഒന്നും നമ്മളെ രക്ഷിക്കില്ല, നമ്മൾ പണിയെടുത്താൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായി. നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം, അതൊക്കെ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. അപ്പോഴും പരാജയത്തിനൊരു കാരണമുണ്ടാകുമല്ലോ. അത് പ്രാദേശിക വിഷയങ്ങളാണ് പഞ്ചായത്തിലെ ഗതിവേഗതികൾ നിർണ്ണയിക്കുന്നത്. ശരിയാ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രാദേശികമായിട്ടുള്ള വിവരമുള്ളവർ ആരും നമ്മുടെ കൂടെ ഇല്ലേ നമ്മളങ്ങനെ പറയുമ്പോൾ? അതിപ്പോ മുല്ലപ്പള്ളിയോടാണ് ചോദിക്കേണ്ടത്. സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ആലോചിക്കണ്ടായിരുന്നോ? ഈ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ആദ്യം ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. മത്സരിക്കുന്ന സ്ഥലത്ത് എത്ര ബൂത്ത് ഉണ്ടെന്ന് മാത്രം ചോദിക്കുക. ഇത് ചില ആളുകൾ ഇന്ന സീറ്റിൽ മത്സരിക്കണം, അപ്പൊ ഞാൻ ചോദിച്ചിരിക്കുക എത്ര വോട്ടുണ്ട് അവിടെ എന്ന് ചോദിച്ചു. വോട്ട് ഏതാണ്ട് തന്നെ, എൻ്റെ അപ്പുറത്തേക്കില്ല. ആട്ടെ, ഇപ്പൊ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ എൻ്റെ നിയോജകമണ്ഡലമാണ്, എനിക്ക് നല്ല തറവാണ്. ഒരു വാർഡിൽ മത്സരിക്കാൻ വന്നു. ഇന്ന വാർഡിൽ വേണം. ഞാൻ ശരി, എത്ര ബൂത്തുണ്ട് അവിടെ? ബൂത്ത് 6 മറ്റാണെന്നുണ്ട്. ഞാൻ ആ ബൂത്തിൽ ഏറ്റവും കൂടുതൽ ബൂത്തുള്ള വാർഡാണ്. അവിടെ ഏതാണ്ട് 8ഓളം ബൂത്തുണ്ട്. അപ്പോഴാണ് ബൂത്തിന്റെ എണ്ണം അറിയുന്നത്. അമ്മാതിരി സ്ഥാനാർത്ഥികൾ നിന്ന വാർഡുകളുടെ അവസ്ഥയോ? വലിയ വിളയും നെടുങ്കാടും എടുത്താണ് മുരളിയുടെ താരതമ്യം. ഇവിടെ നെടുങ്കാടുമാണ്. BJP 2000, LDF 1900, UDF 74 വോട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ അതുപോലെ വലിയവളെ വരുന്ന ചോദിച്ചു, പക്ഷെ 200 വോട്ട് എങ്ങനെയോ കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയണ്ട. അത് എന്ത് വന്നാലും കോൺഗ്രസിനെ ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന കുറെ വോട്ടർമാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും തോൽക്കാനുള്ളത് തോറ്റു. ഇപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം തലയിൽ കെട്ടിവെച്ച് DCC പ്രസിഡന്റുമാരെ നീക്കാനുള്ള പരിപാടിയാണത്രേ ഗോത്ര തലവന്മാരായി വാഴുന്ന ഗ്രൂപ്പ് തലവന്മാരുടെ ലക്ഷ്യം. ഞാൻ വരുമ്പോ ഞാൻ സനലിനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ ഇപ്പൊ DC പ്രസിഡന്റ്? ഞാനൊരു ചാനലിൽ കണ്ടു നീക്കിയത്. 4 DCC പ്രസിഡന്റുമാരെ നീക്കിയതാണ് കണ്ടത്. DC പ്രസിഡന്റുമാർ എന്ത് ചെയ്യാനാ? ഗോത്ര തലവന്മാർ ചേർന്ന് ലിസ്റ്റ് ഉണ്ടാക്കി നടപ്പാക്കാൻ DCC പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുത്തു. അനുസരിച്ചില്ലെങ്കിലും പുറത്തു പോവും, അനുസരിച്ചാലും പുറത്തു പോകും. മുമ്പ് മാരീജൻ പറഞ്ഞ പോലെയാ. മാരീജനോട് രാവണൻ പറഞ്ഞു, പൊന്മാന്റെ വേഷം കെട്ടി ശ്രീരാമനെ സീതയിൽ നിന്നും അകറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ മാരീജൻ പറഞ്ഞു, രാമൻ ദൈവമാണ്, അദ്ദേഹത്തിനോട് കളിച്ചാൽ ശരിയാനാ, നീ അത് ചെയ്തില്ലെങ്കിൽ അമ്മാവനാന്നും ഞാൻ നോക്കില്ല, എന്നെ ശരിയാക്കുന്നു. അപ്പൊ മാരീജൻ പറഞ്ഞു, രാവണൻ പറഞ്ഞാൽ കേട്ടാലും ഞാൻ മരിക്കും, കാരണം അകറ്റുമ്പോ ശ്രീരാമന് കാര്യം മനസ്സിലാണ്, ശ്രീരാമൻ കൊല്ലുന്ന അറിയാം മാരീജന്. എന്നാൽ അനുസരിച്ചില്ലെങ്കിൽ രാവണൻ കൊല്ലും, അനുസരിച്ചാലും ശ്രീരാമൻ കൊല്ലും, എന്നാൽ പിന്നെ ദൈവത്തിന്റെ കൈ കൊണ്ട് മരിക്കാലോ എന്ന് ഓർത്തിട്ടാണ് മാരീജൻ പൊന്മാന്റെ വേഷം കെട്ടിയെന്നാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ DC പ്രസിഡന്റുമാരെയൊക്കെ സ്ഥിതി ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. ഗോത്ര തലവന്മാർ പറഞ്ഞ് കേട്ടാലും തെറിക്കും, കേട്ടില്ലെങ്കിലോ അന്നേ തെറിച്ചേനെ.